നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് IQ Z10 കുറിച്ചാണ്, അല്ലെങ്കിൽ IQ Z10 എന്നും പറയാറുണ്ട്. അപ്പം Z9 സീരീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഫോൺ തന്നെയായിരുന്നു അവർ Z9ഉം Z9Sഉം Z9 പ്രോയും ഒക്കെ ഇറക്കിയിരുന്നു. Z9 ഉണ്ടായിരുന്നോ നോർമല്ല? ഉണ്ടായിരുന്നു. പിന്നെ Z7 ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ആ ഒരു സീരീസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതായത് ആ 20,000 രൂപ സെഗ്മെൻറ്റിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നല്ല പെർഫോമൻസും ക്യാമറയൊക്കെ കൂടി തരുന്നൊരു സ്മാർട്ട് ഫോണാണ് അവർ ഇറക്കാറുള്ളത് സാധാരണഗതിയിൽ. ഇപ്പോഴും Z9Sഉം S പ്രോയും നിലവിലുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെയാണ് IQ Z10 അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 8,128-ന് 22, 8,256-ന് 24, 12,256-ന് 26,000 അങ്ങനെയാണ് വരുന്നത്. പെട്ടീൻ്റെ അകത്ത് ഡോക്യുമെൻറ്റേഷൻ, DPU കേസ്, സിം ഇജക്ടർ ടൂള്, Type A to Type C കേബിൾ, കൂടെ 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബ്രിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് അമേസിങ്. അത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാറ്ററി സെക്ഷൻ തന്നെ ഫസ്റ്റ് നമുക്ക് പറയാം. 90 വാട്ട്സിൻ്റെ ബ്രിക്ക് തരുന്നു എന്ന് മാത്രമല്ല, 7300 mAh മെയിൻ സ്ട്രീം ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. 7300 mAh ബാറ്ററി തരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ മുന്നേ മെയിൻ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് തന്നിരുന്നത്, ബാറ്ററി ലൈഫല്ല ബാറ്ററി കപ്പാസിറ്റി തന്നിരുന്നത് സാംസങ് ആയിരുന്നു. 6000 mAh ബാറ്ററീസ്. പക്ഷേ 6000 mAh ബാറ്ററി ലൈഫ് അവർക്ക് തരാനുള്ള ശേഷി ഇതുവരെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് 6000 mAh അവർ തരുന്നത് S സീരീസിലൊന്നും അല്ല, അവർ താഴേക്കുള്ള M സീരീസിലൊക്കെയാണ് തരാറുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലെവലിലുള്ള ബാറ്ററി ലൈഫ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 5000 mAh പോലുള്ള IQ സ്മാർട്ട് ഫോൺസ് ആ പറയുന്ന 6000 mAh സാംസങ് സ്മാർട്ട് ഫോൺസിനേക്കാളും ബാറ്ററി ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ 7300 mAh നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും 10 to 11 hours പുറത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇൻഹാൻഡ് റിവ്യൂസ് വരണം, ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നേ പറയുന്നുള്ളൂ. ഒരു ചെറിയ യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ചെയ്യാൻ നോക്കാം. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സാധാരണഗതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററീസാണ് IQ തരാറുള്ളത്. സോ ബാറ്ററി സെക്ഷൻ ഗംഭീരമാണ്. ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചാണ് പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമല്ല, അടുത്ത ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കാം. 7.89 mm തിക്നെസ്സിലാണ് ഈ ഒരു 7300 mAh ഡെൻസിറ്റി കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, സിലിക്കോൺ കാർബൺ ബേസ്ഡ് ടെക്നോളജിയുള്ള ബാറ്ററിയാണ്. ആനോഡ് സിലിക്കോൺ കാർബൺ വെച്ചിട്ടുള്ള സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ ഡെൻസിറ്റി പറ്റും. അപ്പം അതുകൊണ്ട് വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. 199 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 200 ഗ്രാം ലൈറ്റ് വെയിറ്റ് അല്ല, പക്ഷേ നോർമൽ വെയിറ്റ് തന്നെ വരുന്നുള്ളൂ. 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ഞാനിവിടെ കൊടുത്തേക്കാം. പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസാണ്. കുഴപ്പമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ തരുമ്പോൾ ആക്സെപ്റ്റബിൾ ആണ്. IP65 വാട്ടർ റേറ്റിംഗേ വരുന്നുള്ളൂ. വെള്ളത്തിലൊന്നും പിടിച്ച് മുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു മിലിറ്ററി ഗ്രേഡിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നമുക്ക് നിലത്തൊക്കെ ഇട്ടാലും അധികം വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ബട്ട് എങ്കിലും ഫ്രണ്ടിലുള്ള ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്ന് കരുതി വെള്ളത്തിൽ പിടിച്ച് മുക്കാനോ, വെറ്റ് ടച്ചിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിൽ പിടിച്ച് മുക്കാനോ അല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിക്കാനോ ഒന്നും നോക്കണ്ട. അതൊക്കെ അറിയാതെ പറ്റിയാൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്, വാറണ്ടി കിട്ടില്ല. ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ എറിഞ്ഞിട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമൊന്നുമില്ല. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ Type C 2.0 2 മൈക്കാണ് വരുന്നത്. അതായത് സാധാ മൈക്കും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും. പിന്നെ SD കാർഡ് സ്ലോട്ട് വരുന്നില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഇവിടെ വരുന്നില്ല. പിന്നെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പറ്റും, മാറ്റ് ഫിനിഷും കൂടിയാണ് വരുന്നത്. സോ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 6.77 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിയ സ്ക്രീൻ തന്നെയാണ്. ബെസൽസും വളരെ ചുരുക്കമാണ്. ക്വാഡ് കർവ്ഡ് ആണ്, അതായത് 4 സൈഡും കർവ്ഡ് പാനലാണ്. സോ സ്ക്രീൻ ഗാർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ് എല്ലാ ഫോൺസിലും തരുന്ന പോലെ തന്നെ സ്ക്രാച്ച് ഗാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷനാണ്. 20,000 രൂപയാണ്. ഓക്കെ, ആക്സെപ്റ്റബിൾ. 120 Hz AMOLED സ്ക്രീനാണ്. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഇൻഫോ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. 5000 nits പീക്ക് ബ്രൈറ്റ്നസ്, 1300 nits ഹൈ ബ്രൈറ്റ്നസ് മോഡ്. നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. വൈഡ് L1 സ്വാഭാവികമായിട്ട് അപ്പോൾ ഉണ്ടാവും.
പിന്നെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഫ്ലിക്കറിങ്ങിൽ തലവേദന വരുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്ന സാധ്യതകൾ കുറയും. പക്ഷെ അവിടെ അവർ നിരാശപ്പെടുത്തിയത് മോണോ സ്പീക്കേഴ്സിലാണ്. അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മോണോ സ്പീക്കേഴ്സ് വേണ്ടായിരുന്നു. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ഫോണിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ആ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്കൊരു ഓഫ് എന്നുള്ളൊരു സംഭവം തോന്നിപ്പോയത്. ബട്ട് എനിവേസ്, അടുത്ത സെക്ഷൻ പെർഫോമൻസ് പറയുന്ന സമയത്ത് Qualcomm Snapdragon 7S Gen 3 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റബിൾ എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്ന ഹെഡ്സെറ്റ് തന്നെയാണ്. LPDDR4X ആൻഡ് UFS 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള IQ Z10Xൻ്റെ അകത്ത് അവർ UFS 3.1 കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇതിൽ കൊടുത്തില്ല? ബട്ട് എനിവേസ്, അവർ ഒപ്റ്റിമൈസ് ചെയ്യും. IQ ഗെയിമിങ്ങിലാണെങ്കിലും ഒപ്റ്റിമൈസ് ചെയ്യുന്നവരാണ്, പണി അറിയാവുന്നവരാണ്, അവർ ചെയ്തോളും. കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങും അവർ ഒപ്റ്റിമൈസ് ചെയ്യും. അതിലൊക്കെ നമുക്ക് ഇതുവരെയുള്ള ഫോണുകളിൽ നമുക്ക് അങ്ങനെയാണ് IQൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയാൻ വേണമെങ്കിൽ. 8 ലക്ഷത്തിൻ്റെ പുറത്ത് 102 സ്കോർ, 90-95% CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. BGMI 60 FPS-ലും COD 120 FPS-ലൊക്കെ കളിക്കാൻ പറ്റും. ഇതൊരു മെയിൻ സ്ട്രീം ഗെയിമിംഗ് ഫോണല്ല. അൾട്രാ ഗെയിം മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഇതൊരു മെയിൻ സ്ട്രീം സ്മാർട്ട് ഫോൺ, ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അല്ല. അതിന് നിങ്ങൾക്ക് IQ Neo 10R, IQൻ്റെ തന്നെ വേറെ ഉണ്ട്. പിന്നെ മറ്റ് ബ്രാൻഡ്സിൻ്റെ പലതും ഉണ്ട്. റിയൽമീൻ്റെത് P3 Ultra വരുന്നുണ്ട്. പിന്നെ അത് ഗെയിമിംഗ് ഫോൺസ് വേറെ തന്നെ കുറേ വരുന്നുണ്ട്. പോക്കോ പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ചെയ്യുന്നവരാണ്. അപ്പം ഇതൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് അല്ല. ഇതിൽ മെയിനായിട്ട് അവർ ആ ബാറ്ററിയാണ് ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ് വരുന്നു. ആൻഡ് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ FunTouchOS 15 ബേസ്ഡ് ഓൺ Android 15, 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എനിവേസ് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ IQ ആണ്, FunTouchOS ആണ്, ബ്ലോട്ട്വെയറും ഉണ്ടാവും, ആഡും ഉണ്ടാവും, വെർപ്പിക്കലുണ്ടാവും, നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ പരമാവധി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് ഫോൺ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, സർക്കിൾ ടു സെർച്ചും ഡോക്യുമെൻറ്റിൻ്റെ ചുരുക്കി പറയുന്ന കാര്യങ്ങളും അതൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഇനി ക്യാമറ പറയുന്നതിന് മുന്നായിട്ട് മറ്റ് ഫീച്ചേഴ്സ് Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.2, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, നല്ല കാര്യം. ഫേസ് അൺലോക്കും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ IMX882 എന്ന് പറയുന്ന സെൻസറാണ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നല്ലൊരു സെൻസർ 32 മെഗാപിക്സലിൻ്റെ അത്യാവശ്യം റെസൊല്യൂഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന സെൻസർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക്സ്, അതൊരു നല്ല കാര്യം. നിങ്ങൾക്ക് ബാക്കിലും ഫ്രണ്ടിലും 4K 30 FPS സപ്പോർട്ട് വരുന്നുണ്ട്, അത് നല്ല കാര്യം. ബാക്കിലാവുമ്പോൾ നിങ്ങൾക്ക് 4K 30 FPS അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കിട്ടും. ഫ്രണ്ടിലാവുമ്പം സ്റ്റെബിലൈസേഷൻ കുറവായിരിക്കും 4K 30 FPS. ബട്ട് എനിവേസ് 4K സപ്പോർട്ട് ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട്. ആൻഡ് പോർട്രേറ്റിൻ്റെ കാര്യത്തിലായാലും നൈറ്റ് ഇമേജിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിൽ IQ ഇമേജ് ചെയ്യുന്നത് നല്ല രീതിയിലാണ്. അതായത് ഏതൊരു പ്രൈസ് റേഞ്ചിലും മൊത്തത്തിൽ ഈ പറയുന്ന ക്യാമറ സെറ്റപ്പിൽ അവർക്ക് അൾട്രാവൈഡ് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പം ലാസ്റ്റ് ഫൈനൽ വെർഡിക്റ്റിലേക്ക് വരുമ്പം ക്യാമറ കുഴപ്പമില്ല, ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല. അൾട്രാവൈഡ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരമായേനെ. പക്ഷെ എത്ര പേര് അൾട്രാവൈഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും. ഫ്രണ്ടിൽ 4K സപ്പോർട്ടും കൂടിയുള്ള സ്ഥിതിക്ക്. മോണോ സ്പീക്കേഴ്സ് എനിക്ക് എന്തോ ഒരു പോലെ ആവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ ആ ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ നല്ല ബാറ്ററിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. എന്തോ ഒരു 50 മന്തിൻ്റെ ലാഗ് ഫ്രീ വാറണ്ടി പോലെ, വാറണ്ടി അല്ല ഒരു സർട്ടിഫിക്കേഷൻ പോലെ എന്തോ ഒരു സംഭവമുണ്ട്. 50 മന്ത് നിങ്ങൾക്ക് ലാഗ് ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പരമാവധി ഓഫർ പ്രൈസിന് എടുക്കാൻ നോക്കുക. പിന്നെ ബേസ് വേരിയൻറ്റ് 128 ആണ്. 128 ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം അറിയില്ല. 20,000 രൂപയ്ക്ക് വേറെയും സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അതുകൂടി കൺസിഡർ ചെയ്യുക. ഇതിനെ ഞാൻ കണ്ണും പൂട്ടി എടുക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എഡ്ജ് 50 Neo എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്, ഗംഭീര ക്യാമറ സെറ്റപ്പ് അതിനും വരുന്നുണ്ട്. പിന്നെ പോക്കോ X7 വരുന്നുണ്ട്. അങ്ങനെ മറ്റ് പല ഓപ്ഷൻസും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം, ഇൻഹാൻഡ് റിവ്യൂസ് കണ്ടതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക, ചാടിക്കയറി എടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ചില ബെല്ലേക്കാൻ നടത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.